100 days of weight gain transformation day 13. ജിമ്മിലേക്ക് എത്തി. ഫസ്റ്റ് വീക്ക് 800 ഗ്രാമാണ് കൂടിയത്. സെക്കൻഡ് വീക്ക് എത്രയുണ്ടെന്ന് നോക്കാം. ഇപ്പോഴത്തെ വെയിറ്റ് 59.95. അപ്പോൾ 2 വീക്കും കൊണ്ട് 1.95 kg കൂടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 വീക്ക് സക്സസ് ആയി. വാമപ്പിലോട്ട് കിടന്നു. വെയിറ്റ് ഗെയിനിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇതുപോലെ തന്നെ 100 ദിവസം ഓടിക്കണം. എന്നാലാണ് 58 നിന്ന് 65 എൻ്റെ യാത്ര പൂർത്തിയാവുകയുള്ളൂ. അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും വേണം. ഇന്ന് സാറ്റർഡേ ആണ്. ഇപ്പോൾ ഫുൾ ബോഡി വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഇന്നലെയാണ് ലെഗിന് കളിച്ചത്. ഇപ്പോൾ ലെഗ് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. ലെഗ് ഡേയുടെ വേദന കാലിന് ഇപ്പോഴും ഉണ്ട്. ബാക്കി വർക്കൗട്ടുകൾ ഓരോ സെക്ഷൻ വെച്ച് ചെയ്യുന്നുണ്ട്. വാമപ്പിന് ശേഷം പുഷപ്പ് അടിച്ചു, പുള്ളപ്പ് ചെയ്തു, ഇന്ന് ജസ്റ്റ് വയറിനുള്ള വർക്കൗട്ട് ചെയ്ത് നോക്കി. ഇതുവരെ വയറിനുള്ള വർക്കൗട്ട് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം വെയിറ്റ് ഗെയിന് അല്പം വയറുള്ളത് നല്ലതാണ്. അത്യാവശ്യം നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. കറക്റ്റ് വെയിറ്റ് ആയതിനു ശേഷം വേണം വയറൊക്കെ കുറയ്ക്കാൻ. വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്തു. ചെസ്റ്റിന് കളിച്ചു. ബാക്ക് വർക്കൗട്ട് ചെയ്തു. ബൈസിന് കളിച്ചു. ട്രൈസ് വർക്കൗട്ട് ചെയ്തു. ബൈസും ട്രൈസും വർക്കൗട്ടിന് ശേഷം ജസ്റ്റ് മിറർ പോസൊക്കെ ചെയ്ത് നോക്കി. എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടോ നോക്കിയതാണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ പോയി 100 ദിവസം തയ്ക്കണം. എന്തായാലും വെയിറ്റ് ഗെയിൻ സക്സസ് ആവുകയാണെങ്കിൽ നല്ല ഷേപ്പുള്ളൊരു ബോഡി കൂടി ഉണ്ടാക്കിയെടുക്കണം. പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും വേണം. ഷോൾഡർ വർക്കൗട്ട് ചെയ്തു. ഫോറാം വർക്കൗട്ടും ചെയ്തു. ഇന്നത്തെ വർക്കൗട്ടൊക്കെ കംപ്ലീറ്റ് ആയി. നേരെ വീട്ടിലേക്ക് പോയി. ജിമ്മിൽ നിന്ന് വന്ന് അരമണിക്കൂറിന് ശേഷം പ്രോട്ടീൻ കലക്കി കുടിച്ചു. അപ്പോൾ ഇന്നത്തെ ഫുഡിങ് തുടങ്ങി. രാവിലെ പുട്ടും കടലയും, ഉച്ചയ്ക്ക് ചോറ്, ചെമ്മീനും തക്കാളിയും, അച്ചിങ്ങ, മീൻകറി. വൈകിട്ട് ചക്കപ്പഴം കഴിച്ചു. രാത്രിയിലെ ഫുഡ് പുട്ട്, കപ്പ, കടലക്കറി. ഒരു ഓറഞ്ച് കഴിച്ചു.
രാത്രിയിൽ പ്രോട്ടീൻ പൗഡർ കലക്കി കുടിച്ചു. അപ്പോൾ ഡേ 13 കംപ്ലീറ്റഡ്. ഇനി ഡേ 14 റെസ്റ്റ് ഡേ.